നമസ്കാരം. നമ്മൾക്കൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വിഷയം വളരെ രസകരമാണ്. എന്തായാലും സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ എന്തെന്നത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രവാസികൾ നാട്ടിൽ ജീവിക്കുന്ന ഭാര്യമാരെ ഒരു ദുഃഖം അറിയാത്തവരാണ്, ഒരു വിഷമം അറിയാത്തവരാണ്. അതേപോലെ നമ്മുടെ ഈ പ്രവാസിയുടെ കാര്യം. ഇദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ പോയി ഇങ്ങനെ കാശ് ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടുക. ഭാര്യ പറയും, നിങ്ങളിങ്ങനെ ഇത്രയധികം കാശ് സമ്പാദിച്ച് കൂട്ടി നമുക്ക് പ്രായമായി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് വന്നിട്ട് നമുക്ക് ഉപകാരമില്ല, നമ്മുടെ കുടുംബജീവിതം നശിക്കും, പിന്നെ നമ്മുടെ ലൈംഗിക ജീവിതം നശിച്ചു, നമുക്ക് പിന്നെ അണ്ടി കയറ്റാനെ പറ്റിയുള്ള ഒരു ആരോഗ്യം രണ്ടു പേർക്കും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാശ് മതി, നിങ്ങളിങ്ങോട്ട് വരികയെ എന്ന് ഇദ്ദേഹം ഗൾഫിൽ പോയി അന്ന് മുതൽ പറഞ്ഞു തുടങ്ങിയതാണ്. ഇദ്ദേഹം എന്തുണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു അസലൊരു പാർസൽ. നിനക്കിപ്പോൾ ഈ ഒരു പ്രശ്നമുള്ള നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടി കയറ്റുക, പരിപാടി ചെയ്യുക, അതാണുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതിന് ഞാൻ നിൻ്റെ കാര്യം പരിഹരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒരു ടോയ്സ് അയച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈബ്രേറ്റർ. അത് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ ആ വൈബ്രേറ്റർ അയച്ചു. അത് കണ്ടിട്ട് മൂപ്പര് ഈ ഭാര്യ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നത് കണ്ട ആണുങ്ങളെ പിടിക്കാൻ പോകണ്ട, വല്ലവരും പിടിച്ച് കയറ്റണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ നല്ല ഒരു സ്വഭാവത്തിൽ ജീവിക്കുന്ന ഭാര്യയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൊടുത്തയച്ചത്. പിന്നെ ഭാര്യ വലിയ തിരക്കൊന്നും കൂട്ടാറില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തോന്നുമ്പോൾ തോന്നുമ്പോൾ പൊക്കോ, ഞാൻ അന്വേഷിക്കുന്നില്ല എന്നുള്ള നിലയിലായി പിന്നെ ഭാര്യയുടെ സ്വഭാവം. ഇദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഒരു കുട്ടിയുണ്ട്, കുട്ടീനെ ബോർഡിങ്ങിൽ നിർത്തി പഠിപ്പിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ന് വെച്ചാലോ ഒരുപാട് കാശ് സമ്പാദിച്ച് ആ നാട്ടിലെ ഏറ്റവും വലിയ കാശുകാരനായിട്ടാണ് ആൾ തിരിച്ചു വന്നത്. തിരിച്ചു വരുമ്പോഴേക്കും സ്വല്പം പ്രായമായി. പക്ഷെ എന്നിരുന്നാലും ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇയാൾക്ക് അങ്ങോട്ട് എപ്പോഴും പരിപാടി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന് അയാൾ ഓടി വരുന്നത്. ഗൾഫിൽ ഇതിനൊന്നും സാഹചര്യമില്ല, ഇയാൾക്കത് പോകാനായിട്ട് നേരമില്ല. അങ്ങനെയുള്ള ഒരു സ്വഭാവമായ കാരണം നാട്ടിൽ വന്ന് ഭാര്യയായിട്ട് എത്രയും പെട്ടെന്ന് പരിപാടി ചെയ്യണം എന്ന് വിചാരിച്ച് വന്നപ്പോൾ ഭാര്യ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, നിങ്ങളൊരു സാധനം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ, അത് സുഖമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് മതി. ഇനി നിങ്ങളെ അണ്ടിയും വേണ്ട കിണ്ടിയും വേണ്ട ഒന്നും വേണ്ട, എനിക്ക് അതിൽ ഭയങ്കര സംതൃപ്തിയാണ്. എനിക്കിപ്പോൾ ഈ ഒറിജിനൽ സാധനത്തോട് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഇയാൾ അടുത്ത് തന്നു കഴിഞ്ഞാൽ ഓടിയും. ഇയാൾ വന്നിട്ട് ഒരു പരിപാടി ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. ഇയാൾക്കാന്ന് വെച്ചാൽ ഒരു ഏറ്റവും അടുത്തൊരു കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഉള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ പൊന്നെ, നമ്മളവിടെ കാശ് സമ്പാദിക്കുമ്പോൾ നമ്മുടെ ഭാര്യ ഇവിടെ സൂചിച്ചോട്ടെ, വല്ല ആണുങ്ങളെ കയറ്റിയിട്ടുണ്ടാകുന്നു വിചാരിച്ചിട്ട് ഞാനൊരു ഉപകാരം ചെയ്തതാണ്. ഇപ്പോൾ അവൾ പറയണത് ആ വൈബ്രേറ്ററിന് അവൾക്ക് എൻ്റെ ഭർത്താവായിട്ട് അവൾ അംഗീകരിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യടാ? പറഞ്ഞു അങ്ങനെ ജീവിക്കാൻ അവൾ ജീവിക്കട്ടെ. നമുക്ക് പുറത്ത് നാട്ടിൽ ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടാല്ലേ നമുക്ക് കാര്യത്തിന്. അതിനൊരു പ്രശ്നം വിചാരിക്കേണ്ട ചേട്ടൻ, ഞാനത് കൊണ്ടുവന്ന് എല്ലാം ശരിയാക്കി തരാം, പിന്നെ ഇപ്പോൾ എന്താ പ്രശ്നം ചോദിച്ചു. അപ്പോൾ ഇയാൾക്ക് സമാധാനമായി. എന്തായാലും വിഷം ഇറക്കാനായിട്ട് ആൾക്കാരെ കിട്ടില്ലോ. അയാൾ നാട്ടിലില്ലാത്ത ആളായ കാരണം ഇവിടുത്തെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അയാളോട് പറഞ്ഞു, നിങ്ങൾ അന്ന് പോയ നാടൊന്നല്ലത്, കയ്യിൽ കാശുണ്ടെങ്കിൽ എത്ര എണ്ണത്തിന് വേണമെങ്കിലും നമുക്ക് കിട്ടും, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് സന്തോഷമായി. അങ്ങനെ എന്നാലും ഇയാൾ ഇടയ്ക്കൊന്ന് ഭാര്യയുടെ അടുത്തൊന്ന് മുട്ടി നോക്കും. ഇതുപോലെ തന്നെ അയാൾ ഇതുപോലെ ഒരു ഈ ഫോണിലിങ്ങനെ വീഡിയോകളൊക്കെ കണ്ട് കമ്പിയായി നിൽക്കുന്ന സമയത്ത് ഇയാൾ വിചാരിച്ചു ഭാര്യയുടെ അടുത്തുനിന്ന് പോയിട്ട് ഒന്ന് മുട്ടി നോക്കാം എന്ന് വിചാരിച്ച് ഇയാൾ ഭാര്യയുടെ അടുത്ത് തന്നു. ഭാര്യയുടെ അടുത്ത് തന്നപ്പോൾ ഭാര്യ എന്താ ചെയ്യുന്നത്? ഭാര്യ ഇതുപോലെ തന്നെ ഫോൺ നോക്കിയിട്ട് ഒരു കയ്യിൽ ഫോണുണ്ട്, ഒരു കയ്യിൽ വൈബ്രേറ്റർ ഉണ്ട്. ഫോൺ നോക്കിയിട്ട് ഭർത്താവ് അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്, അത് വേണ്ടാണ്ട് ആ വൈബ്രേറ്റർ കൊണ്ട് പണി നടത്തിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ ഇയാൾ കണ്ട് കലി മൂത്തു. ഇയാൾ അപ്പം തന്നെ ചെല്ലിലും ആ വൈബ്രേറ്റർ മേടിച്ച് അവിടെ തല്ലി ഉടച്ച അയാളെ കളഞ്ഞു. ഇനി നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇയാളോട് പറയാ, അതേ അത് പോണെങ്കിൽ പോട്ടെ, എൻ്റെ 2 വിരലുണ്ട്, അത് മതിയെന്ന്. ഇയാൾ കണ്ട് പിരി പൊട്ടി. ഇയാൾ വേഗം കൂട്ടുകാരനെ വിളിച്ചു, എടാ നമുക്ക് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് എനിക്ക് വിഷം ഇറക്കണം, എത്രയും പെട്ടെന്ന് എവിടെയാണെന്ന് നീ വിളിക്കുന്നു പറഞ്ഞു. ശരിയാക്കാം, ഒരു കുഴപ്പമില്ല, എന്നാൽ നമുക്കൊന്ന് ഒരു യാത്ര പോകാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 പേരും കൂടി ഒരു കാറിൽ യാത്ര പോവുക. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്ര പോയി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ 2 തരുണീമണികൾ ഫ്രൂട്ട്സ് കട നടത്തുക. ജ്യൂസ്, ആപ്പിൾ, മുന്തിരി, നാരങ്ങ, ബദാം ജ്യൂസ്, ഇങ്ങനെയുള്ള പല ജ്യൂസുകളും ഉണ്ടാക്കി വെക്കുന്ന ഒരു 2 തരുണീമണികളെ കണ്ടു. ഇയാൾ അകലെ തന്നെ കാറ് നിർത്തിയിടാ. 2 പെൺകുട്ടികളവിടെ ജ്യൂസ് വെക്കുന്ന കണ്ട, നീ ഒന്ന് ചെന്ന് നോക്ക്. അവിടെ കണ്ടിട്ട് അവരെ വേഷവിധാനം കണ്ടിട്ട് അവരെന്തോ നമുക്ക് കിട്ടണ കേസാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, മുതലാളി നീ ഇവിടെ ഇരുന്നാൽ മതിയിടാ, ഞാൻ പോയിട്ട് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരൻ നേരിട്ട് അവിടെ ചെന്നു നോക്കിയപ്പോൾ ഒരു ജ്യൂസിൻ്റെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. ബദാം ജ്യൂസ്,
100 രൂപ, നാരങ്ങ ഇത്ര രൂപ, ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിയിലുണ്ട് ഒരു ജ്യൂസ് എഴുതിയിട്ട് പറയണത് അതിന് 3000 രൂപയെന്ന്. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്താ ഈ അടിയിലത്തെ ജ്യൂസ് എന്താണ്? അപ്പോൾ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ വീട്, അവിടെ ഞങ്ങളൊരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ ജ്യൂസിന് ഈ 3000 രൂപ എന്ന് പറഞ്ഞു. ആഹാ, അപ്പോൾ അതെന്താ അങ്ങനത്തെ ഒരു ജ്യൂസ്? ശരി, എനിക്ക് ആ ജ്യൂസ് ഒന്ന് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ആ തരുണി മണികളിലെ ഒരാളോട് പറയും, നിങ്ങൾ ആരാണ് ജ്യൂസ് തരാൻ വരുന്നത് ചോദിച്ചപ്പോൾ ഒരു 3000 രൂപ കൊടുത്തോട് പറഞ്ഞു. ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അതിലൊരു തരുണി മണി, അവരുടെ വീട് തൊട്ട് തന്നെയാണ്, ആ വീടിൻ്റെ മുമ്പിൽ തന്നെ ഹൈവേയിൽ തന്നെ കച്ചവടം. അങ്ങനെ ആ വീട്ടിലേക്ക് ചെല്ലണം. അപ്പോൾ ഈ 3000 രൂപ ജ്യൂസ് എന്താണ്, എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ജ്യൂസ് കാണാം, എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് അഴിക്കണം എന്ന് പറഞ്ഞു. ആ, ഡ്രസ്സ് അഴിച്ചോ, അതിനിപ്പോൾ എന്താ? അങ്ങനെ ഒരു ഡ്രസ്സ് അഴിക്കുന്ന ഈ പെണ്ണ് ഡ്രസ്സ് അഴിച്ചിട്ട് എന്നിട്ട് കാണിച്ചു കൊടുത്തു. അതെ, സ്വകാര്യ ഭാഗം കാണിച്ചു കൊടുത്തു, ഇതിൻ്റെ ഉള്ളിലെ ജ്യൂസ് എത്രയും പെട്ടെന്ന് കുടിച്ചോ, അതിനാണ് ഈ 3000 രൂപ മേടിച്ചത്. അപ്പോൾ അയാൾക്ക് വിവരം മനസ്സിലായത്, ഇവർ ബിസിനസ് നടത്തുന്നത് ഈ വെടിവെപ്പിന് ഇവിടെ നടക്കുന്നത്, അല്ലാണ്ട് ബിസിനസ് അല്ല, അതിൻ്റെ ഒരു മറിയായിട്ടാണ്. അതിനാണ് ഈ 3000 രൂപ ജ്യൂസ് എന്ന് പറഞ്ഞ് എഴുതി കിട്ടിയിട്ട് ആ 3000 രൂപ ജ്യൂസുകാർ വരുമ്പോൾ അതൊക്കെ അവിടെ കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക്, അതിനാണ് അങ്ങനെ എഴുതി വയ്ക്കുന്നത്. അവർ വന്ന് ഇയാൾ അങ്ങനെ കയറി ഒരു അമ്മേസിങ് കളിയൊക്കെ കളിച്ചു, സന്തോഷമായി. അപ്പോൾ പറഞ്ഞു, കാശുണ്ടെങ്കിൽ ഞാൻ ആ ജ്യൂസ് കൂടി കുടിച്ചാനേ, ഒരു പെണ്ണും കൂടി അവിടെ നിന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്, ആ ജ്യൂസിനും കുടിച്ചാനേ. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ പറഞ്ഞു, അവളെയും വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെയും വിളിച്ചു. നമുക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള ഒരു സൂത്രം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പറഞ്ഞു, ശരി പറഞ്ഞതാന്ന് പറഞ്ഞു. അങ്ങനെ ആ സൂത്രം പറഞ്ഞു കൊടുത്തു. സൂത്രം കേട്ടോടെ ഒരു 2 പെണ്ണുങ്ങളും കൈയടിച്ച് പാസ്സാക്കി. അടിപൊളി, ഇങ്ങനെ വേണം പ്ലാൻ. ഞങ്ങളിവിടെ കാലത്തോട്ട് ഇനി ഒരു മാസമല്ല, ഇനിയിപ്പോൾ ഒരു 6 മാസം ജ്യൂസ് വിറ്റാലും നടുവടിയാന്നല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. ഒറ്റയടിക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടാൻ പിന്നെ ഞാൻ ജ്യൂസ് കച്ചവടം നിർത്താം, നമ്മൾ ഈ വാടക വീട് ഒഴിഞ്ഞ് നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരൊരു പ്ലാൻ സെറ്റ് ചെയ്ത് അങ്ങനെ കുറേ നേരം അവിടെ കാറിൽ മുതലാളി ഇയാൾ കൂട്ടുകാരൻ വെയിറ്റ് ചെയ്യുക. കുറേ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് പ്ലാനൊക്കെ സെറ്റ് ചെയ്തിട്ട് കൂട്ടുകാരൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, നീ എന്താണ് ഇത്ര നേരം പോയി സമയമായത്? നീ എന്ത് വിചാരിച്ചേ? അവർ 2 പേരും അങ്ങനെയുള്ള പെണ്ണുങ്ങളൊന്നല്ല, ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉള്ള ആൾക്കാരാണ് അവരങ്ങനെ കൊടുപ്പ് കേസല്ല. ഞാൻ ഒരുപാട് സംസാരിച്ചു, അവരങ്ങനെ കൊടുക്കില്ല, അവർ ഭയങ്കര കന്നിപ്പെണ്ണങ്ങളാന്ന് പറഞ്ഞു. അയ്യാ, കന്നിപ്പെണ്ണങ്ങൾ അത്ര വലിയ കന്നിപ്പെണ്ണങ്ങളാണെന്ന് നമുക്ക് എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞില്ല, അതൊന്നും നടക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം സമ്മതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അവർക്കൊരു അനിയുണ്ട്, ആ അനിയന് കണ്ണ് കാണില്ല. അപ്പോൾ ആ കണ്ണ് കാണാനുള്ള ഓപ്പറേഷന് വേണ്ടി 2 ലക്ഷം രൂപ വേണം. ആ 2 ലക്ഷം രൂപ കൊടുത്താൽ അവർ ആ 2 നമ്മുടെ കുട്ടികൾ, ആ 2 പെണ്ണുങ്ങളെയും, കന്നി പെണ്ണുങ്ങളെ 2 പെണ്ണുങ്ങളും, അവർ 2 പെണ്ണുങ്ങളും നിനക്ക് പരിപാടി ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, വലിയ ഇഷ്ടമായി, 2 ലക്ഷം രൂപ മതിയാ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പം ചെല്ലാൻ പറ്റില്ല, വീട്ടിലൊന്നും നടക്കില്ല, നമുക്ക് ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഇവരങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും കാറും കൊണ്ടുപോയി. അങ്ങനെ ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് 2 പേരും ഹോട്ടലിലേക്ക് വിളിച്ചു. ഇവർ 2 പേരും ഹോട്ടലിൽ വന്നിട്ട് അങ്ങനെ 2 പേരും കൂടി കണ്ടോടുകൂടി ഈ അങ്ങേർക്ക് ഭയങ്കര സന്തോഷമായി. ഗൾഫിൽ വന്നിട്ട് ഇതുവരെ ഒന്ന് ശരിക്കും വിഷമിറക്കാൻ പറ്റിയില്ല. അതിൻ്റെ എല്ലാം ഇപ്പോൾ ഈ 2 പേരെ കെടുത്തിയിട്ട് തന്നെ പരിപാടി ചെയ്യാം എന്നുള്ള ഒരു ആക്രാന്തമായിട്ട് നിൽക്കുക. അപ്പോൾ കൂട്ടുകാരനോട് പറഞ്ഞു, നീ പൊക്കോ, നമുക്ക് നാളെ കാണാം, ഞാൻ ഇന്ന് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഹോട്ടലിൽ ഇവിടെ റൂമിൽ കിടക്കുക, നാളെ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് കൂട്ടുകാരനെ പറഞ്ഞയച്ചു. അപ്പോൾ ഇവർ 2 പേരും പറഞ്ഞു, 2 പെണ്ണുങ്ങൾ പറഞ്ഞു, നിങ്ങളിവിടെ വന്ന് ഇരിക്കി എന്ന് പറഞ്ഞ് ബെഡിൽ ഇരുത്തി. പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പോകുന്ന പെണ്ണുങ്ങളൊന്നല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ അനിയന് കണ്ണ് കാണില്ല, അതിന് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പണി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം കുറേ നിർബന്ധിച്ചു 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ 2 പേര് സമ്മതിച്ചത്. പറഞ്ഞു, നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ഞാൻ തരുന്നത്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നും വിഷമിക്കേണ്ട എന്നിട്ട് 2 ലക്ഷം രൂപ എടുത്ത് കൊടുത്തു. ഇനി നമുക്ക് കളിച്ചുകൂടെയെന്ന് ചോദിച്ചു. കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കളിക്കാമെന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പെണ്ണിൻ്റെ കൈ പിടിച്ചിട്ട് വേഗം മൂപ്പരെ പഴത്തിൻ്റെ അവിടെ വയ്ക്കുക. അവളപ്പം തന്നെ കൈ വലിച്ചു. അയ്യോ, ഞങ്ങളിങ്ങനെയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ തൊടാറില്ല, കാണാറില്ല, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ്, അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. പക്ഷേ അനിയൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് ചെയ്തില്ലെങ്കിൽ കാശ് ഞങ്ങൾക്ക് കിട്ടില്ല, ഞങ്ങൾ പഴക്കച്ചവടം നടത്തിയിട്ട് എന്ന് കാശ് കിട്ടിയിട്ട് ഓപ്പറേഷൻ നടത്താനോ അതൊന്നും നടക്കില്ല, ഞങ്ങൾ കന്നിപ്പെണ്ണങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പൂര വെടികളെ 2
നാട്ടിലുള്ള സകല ആൾക്കാർക്കും 3000 വെടിയൊക്കെ കൊടുക്കുന്ന ചരക്കളെ പറയണതേ കന്നിപ്പെണ്ണുങ്ങളാണെന്നാ. ഇയാളാച്ചാൽ ഗൾഫിലല്ലേ, ഇയാൾക്ക് ഇതൊന്നും അറിയില്ല. ഇയാൾ വന്ന് 2 കന്നിപ്പെണ്ണുങ്ങളെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ 2 പേര് അഴിച്ച് 2 പേര് നടുക്ക് കിടന്നപ്പോൾ 2 പേരും പരിപാടി ചെയ്തു. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് കന്നിപ്പെണ്ണുങ്ങളുടെ ശബ്ദങ്ങൾ അയ്യോ ഈ ഇതൊക്കെ എടുത്ത് ഇയാളെ സന്തോഷിപ്പിച്ചു. അപ്പോൾ ഇയാൾ നല്ല കന്നിപ്പെണ്ണുങ്ങളാ എന്ന് പറഞ്ഞിട്ട് വലിയ സന്തോഷമായി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം കൂട്ടുകാരനോട് പറഞ്ഞു, 2 ലക്ഷം പോയാലെന്താ, 2 തരുണി മണികളായിട്ട് ഞാൻ രാത്രി മുഴുവൻ സന്തോഷം. എൻ്റെ ഭാര്യ ഇനി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവൾ എന്ത് പണ്ടാറെങ്കിലും ചെയ്യട്ടെ, എനിക്ക് ഇനി ഇതും മതി, ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതുകൊണ്ട് ഒന്നൊരു വിഷമമില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പരിപാടി ചെയ്യാം, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യയുടെ കൂടെ അന്നൊരു ദിവസം രാത്രിയിൽ ഭാര്യയുടെ അടുത്ത് കിടക്കുമ്പോൾ എൻ്റെ ഫോണിലേക്കൊരു പെട്ടെന്നൊരു ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജിന് ഒപ്പം തന്നെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഇയാൾ ഭാര്യനെ നോക്കിയിട്ട് അപ്പൻ ആ ഭാര്യനെ അറിയാണ്ട് വീഡിയോ പോയി കാണാൻ തന്നു. പിന്നെ ഈ 2 പെണ്ണുങ്ങളെ നടുക്ക് ഇയാൾ കിടന്ന് പരിപാടി ചെയ്യുന്ന സീനാണ് ഷൂട്ട് ചെയ്തിട്ട് ആരോ ഇയാൾക്ക് അയച്ചു കൊടുത്തത്. ഇയാൾ ആകെ ഞെട്ടി. അപ്പോൾ അതിൽ തന്നെ ആ നമ്പറുണ്ട്, ഈ പെണ്ണുങ്ങളിൽ ഒരാളുടെ നമ്പർ അത്. അപ്പോൾ തന്നെ വിളിച്ചു, നിങ്ങൾ എന്തിനത് ഷൂട്ട് ചെയ്തത്, അതിൻ്റെ ആവശ്യമുണ്ടാ, നിങ്ങൾക്ക് നിങ്ങളുടെ അനിയനുള്ള കാശ് ഞാൻ സഹായിച്ചു തന്നില്ലേ, ഇനിയിപ്പോൾ എന്താ, ഇനി വല്ല പൈസയുടെ ആവശ്യമുണ്ടാ, എന്തിനപ്പോൾ അത് ഷൂട്ട് ചെയ്ത് ഇങ്ങോട്ട് വിട്ടത്? അപ്പോൾ പറഞ്ഞു അതേ അത് ഷൂട്ട് ചെയ്ത് വെറുതെ വിട്ടതല്ല, നിങ്ങൾ 2 പേരെ കൂടെ കിടന്ന് ആർമാദിക്കുന്നത് നാളെ ഈ ലോകം കാണാൻ പോവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് ആ പുറത്ത് കണ്ടുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ 2 പേരും ഇതുപോലെ പണിക്ക് നടക്കണവരാണ്, ഞങ്ങൾ 2 പേരും വെടികളാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3000 രൂപയ്ക്ക് നടന്ന് പരിപാടിക്ക് പുറത്തോടുന്ന ആളുകൾ, ഞങ്ങളിപ്പോൾ ലക്ഷങ്ങൾ മേടിക്കുന്ന ഒരു പരിപാടിക്കാരായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പേടി ഞങ്ങൾക്കില്ല. ഇത് നാളെ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെയുള്ള സൈറ്റുകളൊക്കെ അപ്ലോഡാകും. നിങ്ങൾക്ക് നാട്ടിലിനി ജീവിക്കാൻ പറ്റില്ല, നിങ്ങളുടെ ഭാര്യയുടെ അടുത്തും ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾക്കൊരു മോളുണ്ടല്ലോ, മോളും നിങ്ങളുടെ മുഖത്ത് കാർപ്പിച്ച് തുപ്പും എന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു അല്ലേ, പിന്നല്ലാണ്ട് നിങ്ങൾ ഈ കാശും കെട്ടിപ്പൊതിഞ്ഞ് വയ്ക്കല്ലേ, ഗൾഫിലും പോയി കാശുണ്ടാക്കിയിട്ട് അതിന് കുറച്ച് കാശ് ഈ പാവങ്ങളായി ഞങ്ങൾക്ക് അങ്ങനെ കണ്ണ് കാണാത്ത അനിയനൊന്നും ഇല്ല. ആദ്യം നിങ്ങളത് മനസ്സിലാക്ക്. നിങ്ങൾക്ക് ഈ കാശിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് എത്ര കാശ് വേണം? ഞങ്ങൾക്ക് 30 ലക്ഷം രൂപ വേണം. 30 ലക്ഷം രൂപ വന്നാൽ ഈ ഫോണടക്കം അങ്ങോട്ട് തരും, ഇതൊരാൾക്കും ഷെയർ ചെയ്യൂല. എൻ്റെ പൊന്നെ നിങ്ങൾ ആ വീഡിയോ ആരും പുറത്ത് കാണിക്കല്ലേ, 30 ലക്ഷം രൂപയല്ലേ ഞാൻ തന്നേക്കാം. അപ്പോൾ 30 ലക്ഷം രൂപ പൈസ നിങ്ങൾക്ക് എവിടെ കിട്ടണം? അപ്പോൾ ഞങ്ങൾക്ക് നാളെ തന്നെ പൈസ കിട്ടണം, ഞങ്ങൾ പറയണ സ്ഥലത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് പൈസ തരണം എന്ന് പറയും. തരാം നിങ്ങൾ പറഞ്ഞോളൂ, എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്തിക്കാം. അപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങൾ നമ്പർ ഞങ്ങൾ ലൊക്കേഷൻ ഞങ്ങൾ വാട്സപ്പിൽ അയക്കാം, അപ്പോൾ അങ്ങോട്ട് എത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഇയാൾക്ക് സമാധാനം ഇല്ലാണ്ടായി. ഇയാൾ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടുകാരനെ വിളിച്ചപ്പോൾ കൂട്ടുകാരനെ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 വെടികളായിട്ട് ഈ കൂട്ടുകാരനാണ് ഈ പ്ലാൻ സെറ്റ് ചെയ്തതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇയാൾ ആ പെണ്ണുങ്ങളായിട്ട് ബന്ധപ്പെടുന്നത് മുഴുവൻ കൂട്ടുകാരൻ അപ്പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്തു. എന്നിട്ട് കൂട്ടുകാരനും കൂടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തത്. ഈ 30 ലക്ഷം രൂപ കിട്ടിയ 2 പേർക്കും ഇവർ 2 കൂട്ടർക്കും പപ്പാതി കൂട്ടുകാരന് പകുതി, ഈ പെണ്ണുങ്ങൾക്ക് 2 പേർക്കും 15 ലക്ഷം രൂപ, അവർക്കും 15 ലക്ഷം രൂപ. പിന്നെ 2 ലക്ഷം രൂപ മുമ്പ് പെണ്ണുങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ പെണ്ണുങ്ങൾക്ക് 17 ലക്ഷം രൂപയായി. ഇതൊക്കെ കൂട്ടുകാരനായിട്ട് പ്ലാൻ ചെയ്തുണ്ടാക്കിയുള്ള കേസാണ്. അപ്പോൾ ഈ നമ്മുടെ ഇവനെ കാണാനായിട്ട് ഒരു പെണ്ണുങ്ങൾ 2 പേരും മാത്രമായിട്ട് ചെല്ലാനായിട്ടും മറ്റുള്ള കാര്യങ്ങളെല്ലാം അവർ പ്ലാൻ ചെയ്തിട്ട് നിൽക്കുക. അപ്പോൾ ഈ പെണ്ണുങ്ങൾ പറഞ്ഞു ശരി, അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സക്സസ് ആണ്, നാളെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ കിട്ടും, നിങ്ങൾക്ക് 15 ലക്ഷം രൂപ, ഞങ്ങൾക്ക് 15 ലക്ഷം രൂപ. അപ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ അന്ന് നിങ്ങൾ 2 ആളിൽ ഒരാളെയും ഞാൻ പരിപാടി ചെയ്തുള്ളൂ, ഒരാളെയും കൂടിയും എനിക്ക് പരിപാടി ചെയ്യാനുണ്ട്, അവളെയും കൂടി എനിക്കൊന്ന് പരിപാടി ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ, അതിപ്പോൾ എന്നെ സാധിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരന് അപ്പോഴേക്കും കൂടെയുള്ള ഒരു പെണ്ണ് എന്തായാലും ജ്യൂസ് കൊണ്ടുവന്ന് ഇയാൾക്ക് കൊടുത്തു. അങ്ങനെ ആ ജ്യൂസ് കുടിച്ചുകൊണ്ട് മറ്റേ വെടിയായിട്ടുള്ള പരിപാടിക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നതോടുകൂടി ഇയാൾക്ക് പെട്ടെന്നൊരു മയക്കം പോലെ വന്നപ്പോൾ ഒരു 2 പേരും കൂടി പറഞ്ഞേ, അതേ നിങ്ങളിപ്പോൾ കുടിച്ചത് ഒരു മയക്ക് മരുന്നിട്ട ഒരു ജ്യൂസാണ്, ഞങ്ങളാണ് അതിൽ കലർത്തിയത്. ഈ 30 ലക്ഷം രൂപ കിട്ടുമ്പോൾ അതിൻ്റെ 50% നിങ്ങൾക്ക് തരാനായിട്ട്
തനിക്ക് തരാനായിട്ട് ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ മയക്കി കെടുത്തിയിട്ട് കയ്യും കാലും കെട്ടി ഞങ്ങളോട് ഇടാൻ പോവുക. നാളെ ഞങ്ങൾ കാശും മേടിച്ച് പിന്നെ ഞങ്ങളെ ഈ രാജ്യത്ത് നിനക്ക് തപ്പി വയ്ക്കാൻ കിട്ടില്ല. പിന്നെ നീ ചെയ്തതും നല്ലൊരു കാര്യമല്ലല്ലോ. സ്വന്തം കൂട്ടുകാരനെയല്ലേ നീ വഞ്ചിച്ചത്. എന്നിട്ട് ആ വഞ്ചനയുടെ പകുതി പങ്ക് പറ്റാനായിട്ട് നീ നിൽക്കണ്ട. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവളായിട്ട് പരിപാടിയും ഇല്ല. നാളെ ഞങ്ങൾ ഈ മുറിയിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാനും പറ്റില്ല. നാളെ ഞങ്ങൾ കാശ് മേടിച്ച് ഞങ്ങൾ സ്ഥലം വിടൂട്ടാന്ന് പറഞ്ഞു. ഇവനാച്ചെങ്കിൽ മയക്കത്തിൽ ഈ പറയണതൊക്കെ കേട്ടു. അവിടെ മയങ്ങി അവിടെ കിടന്നു. പിറ്റേ ദിവസം ലൊക്കേഷൻ അയച്ചു. ഒരു ആരും ഇല്ലാത്തൊരു പ്രദേശത്താണ് ലൊക്കേഷൻ അയച്ചത് ഇവിടെ നിൽക്കാനായിട്ട്. ഒരു 2 പെണ്ണുങ്ങൾ അവിടെ വന്ന് നിന്നു. അപ്പം ഇയാൾ പ്രവാസി കാറിൽ വന്നു. കാറിൽ വന്നിട്ട് അപ്പോൾ ഒരു ഫോൺ ചെയ്തു. അതെ, കാറ് ഞങ്ങളുടെ അടുത്തേക്ക് എത്തണ്ട, നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞ് നിങ്ങൾ അവിടെ തന്നെ കാറ് നിർത്ത്, എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പൈസയുടെ ബാഗ് നിങ്ങൾ അവിടേക്ക് പുറത്തേക്ക് വലിച്ചെറിഞ്ഞോ, ഞങ്ങൾ വന്ന് എടുത്തോളാന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഫോൺ കിട്ടാനായിട്ടോ? ഞങ്ങൾ ഫോൺ അവിടുന്ന് കാശ് എടുത്ത് ഞങ്ങൾ പോരും. പോകുമ്പോൾ ആ കാശ് കിടന്ന ബാഗിൻ്റെ അവിടെ തന്നെ ഞങ്ങൾ ഫോൺ ഇട്ടിട്ട് ഞങ്ങൾ പോരും പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു, നിങ്ങളെ ചതിക്കാനൊന്നും എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല, നിങ്ങളത് ആർക്കും ഷെയർ ചെയ്യാണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഫോൺ അടക്കല്ലേ തരുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും നോക്കാം, ഇനിയൊരു വഞ്ചന ഞങ്ങൾക്ക് ഇതിലില്ലാട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിതിൽ ഈ ഒരു കെണിയിൽ പെടാൻ കാരണം നിങ്ങളെ ആത്മാർത്ഥമായി വിശ്വസിച്ച നിങ്ങളുടെ കൂട്ടുകാരാണ് ഈ കെണിയിൽ പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളിനി കൂട്ടുകാരന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു. ഇയാൾക്ക് അപ്പോഴാണ് മനസ്സിലായി ഈ കൂട്ടുകാരനാണ് ഈ ചതിയൊക്കെ ചതിച്ചെന്നുള്ളത്. ഇയാളങ്ങനെ അവിടെ നിന്നിട്ട് കാശും കൊണ്ടുവന്ന 30 ലക്ഷം രൂപയുടെ ബാഗ് പുറത്തിട്ടു. അതിൻ്റെ അയാൾ കാറും കൊണ്ട് പിന്നാക്കം പോയി. ഈ 2 പെണ്ണുങ്ങൾ വന്നിട്ട് ഈ ബാഗ് എടുത്തു. ആ ബാഗിൻ്റെ അവിടെ തന്നെ ഫോണും ഉപേക്ഷിച്ചു. എന്നിട്ട് ഒരു ബാഗും കൊണ്ട് ഇവർ പോയി. അയാൾ തിരിച്ച് വീണ്ടും ബാഗ് ഇട്ടോടത്തേക്ക് വന്നു. അപ്പോൾ ബാഗില്ല, ഫോണുണ്ട്. അയാൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ആ വീഡിയോ അതേപോലെ ഉണ്ട്. അതേപോലെ തന്നെ ഉണ്ടെന്ന് തന്നെയല്ല, ഇവർ ഈ അനിയനെ ഇയാളുടെ കൂട്ടുകാരനെ പറയണതും കൂട്ടുകാരനെ കെട്ടിയിട്ടതും കൂട്ടുകാരനോട് ഈ ഡയലോഗ് പറയണതും ഒക്കെ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈ ഫോണിലുണ്ടായിരുന്നു. ഇയാൾക്ക് വിശ്വാസമായോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെയറിങ് പോയിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഷെയറിങ് ഒന്നും പോയിട്ടില്ല. അയാൾ ആ ഫോണും കൈപിടിച്ച് പ്രവാസി പോയി. ആ 2 പെണ്ണുങ്ങൾ ആ അന്നത്തോടു കൂടി അവിടുത്തെ പടക്കച്ചവടം നിർത്തി ആ വാടക വീട് ഒഴിവാക്കി അവരെവിടേക്കോ പറന്നു പോയി. ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ട് അവർ ജ്യൂസ് വെക്കാനായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇതുപോലെ വല്ല അര കിട്ടിയാൽ കിട്ടി. ഇനിയിപ്പോൾ അവർക്ക് പെട്ടെന്ന് ജ്യൂസ് വെക്കേണ്ട കാര്യമില്ലല്ലോ, 10-30 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയിരിക്കില്ല. അപ്പോൾ പ്രവാസിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങളൊന്ന് ആലോചിക്കുക. ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടോയ്സ് മേടിച്ചു കൊടുത്തു, അതിൽ ഭാര്യയും പോയി. അതേപോലെ തന്നെ ഉണ്ടായിരുന്ന സമ്പാദ്യത്തിൻ്റെ പകുതി നഷ്ടപ്പെട്ടു ഒരു കൂട്ടുകാരനെ വിശ്വസിച്ച കാരണം. അപ്പോൾ അതുകൊണ്ട് പ്രവാസികളെല്ലാം നിങ്ങളുടെ ഈ ചോരും നീരൊക്കെ നിങ്ങൾ ഗൾഫിൽ നിങ്ങൾ അറബികൾക്കും മറ്റുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടി ചോരും നീരാക്കി ആ അധ്വാനം കൊണ്ട് നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ പകുതി ജീവിതം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ പകുതി ജീവിക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനേക്കാളും വലിയ പുകയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ആരും വേണ്ടാണ്ടാവും. നിങ്ങളൊരു എടുക്കാത്ത കാശായിട്ട് മാറും. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ലൈക്ക് അടിച്ചില്ല എന്നറിയാം, എന്നാലും ലൈക്ക് അടിച്ചോളൂ. ഓക്കെ, ബൈ.